നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. 1200 ആണ്ട് മീനമാസം 30 തീയതി ഞായറാഴ്ച രാത്രി 3:21 ചോതി നക്ഷത്രം 1-ാം പാദത്തിൽ തുലാക്കൂറിലാണ് മേടരവി സംക്രമം നടക്കുന്നത്. മേടം 1 മുതൽ മീനം 30 വരെയുള്ള ഒരു വർഷത്തെ ഫലമാണ് വിഷുഫലം എന്ന് പറയുന്നത്. ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിനമാണ് മേടം 1. ആദിത്യൻ ഉച്ചരാശിയിലേക്ക് വരുന്ന ദിനം. മേടം 1 മുതൽ 10-ാം തീയതി വരെ ആദിത്യൻ ഉച്ചസ്ഥിതനാണ്. മേടം 1-ന് ആദിത്യൻ ഉച്ചരാശിയിലേക്ക് വരുമ്പോൾ വ്യാഴം ഇടവത്തിലും കേതു കന്നിയിലും ശനി കുംഭത്തിലും രാഹു മീനത്തിലും സ്ഥിതി ചെയ്യുന്നു. 1200 ആണ്ട് മേടം 31-ന് അതായത് മെയ് 14-ന് വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു. 1200 ആണ്ട് ഇടവം 4-ന് അതായത് മെയ് 18-ന് രാഹു മീനത്തിൽ നിന്നും കുംഭത്തിലേക്കും കേതു കന്നിയിൽ നിന്നും ചിങ്ങത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു. ഈ ഗ്രഹസ്ഥിതിയും ഗ്രഹമാറ്റവും കണക്കിലെടുത്ത് 12 രാശികളിലായി സ്ഥിതി ചെയ്യുന്ന 27 നക്ഷത്രക്കാരുടെയും വിഷുഫലം എന്താകുമെന്ന് പരിശോധിക്കാം. അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാർ സ്ഥിതി ചെയ്യുന്ന രാശികളായ മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നീ 4 രാശികളിലെ വിഷുഫലം നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മറ്റൊരു വീഡിയോയിൽ മകം മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രക്കാർ സ്ഥിതി ചെയ്യുന്ന 4 രാശികളായ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം എന്നീ രാശികളിലെ വിഷുഫലവും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ മൂലം മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർ സ്ഥിതി ചെയ്യുന്ന 4 രാശികളായ ധനു, മകരം, കുംഭം, മീനം എന്നീ 4 രാശിക്കാരുടെ വിഷുഫലം പറയാമെന്ന് വിചാരിക്കുന്നു. ആദ്യമായി ധനുക്കൂറ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് വിഷുഫലം എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം. ധനുരാശിക്കാർക്ക് 2ഉം 3ഉം ഭാവാധിപനായ ശനി ഇപ്പോൾ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. മാർച്ച് 29-ന് ശനി 4-ാം ഭാവത്തിലേക്ക് സംക്രമിക്കുമ്പോൾ കണ്ടക ശനി ആരംഭിക്കുകയാണ്. രാശ്യാധിപനും 4-ാം ഭാവാധിപനുമായ വ്യാഴം ഇപ്പോൾ 6-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. മെയ് 14-ന് വ്യാഴം 7-ാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു. ദൈവാധീനം വേണ്ടുവോളമുള്ള കാലഘട്ടം. രാഹു 4-ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. 2025 മെയ് 18-ന് രാഹു 3-ാം ഭാവത്തിലേക്കും കേതു 10-ാം ഭാവത്തിൽ നിന്നും 9-ാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു. ഈ ഗ്രഹസ്ഥിതി പ്രകാരം ധനുരാശിക്കാരുടെ വിഷുഫലം എന്താകുമെന്ന് പരിശോധിക്കാം. എല്ലാ കാര്യത്തിലും ധൈര്യത്തോടെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും. ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അലസത വെടിഞ്ഞ് മുന്നോട്ടു പോയാൽ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായും അയൽവക്കക്കാരുമായും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാമെങ്കിലും ദൈവാധീനത്താൽ എല്ലാത്തിനെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. അമ്മയുടെ ആരോഗ്യകാര്യത്തിലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും. പിതൃസ്വത്ത് സ്വന്തം പേരിലാകുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതുമാണ്. വാഹനം മാറി വാങ്ങാനും അവസരം ഒരുങ്ങും. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകുന്നതാണ്. തനിക്ക് അനുയോജ്യമായവ തന്നെ നടന്നു കിട്ടാനും ഇടയുണ്ട്. പ്രണയിതാക്കൾക്കും ബന്ധം ഊഷ്മളമായിരിക്കും. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. ആത്മീയ യാത്രകളും ആകാം. സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന വർഷക്കാലമാണ്. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ്. അവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും. അവരുടെ വിവാഹം നടന്നു കിട്ടുന്നത് വഴിയും ഉന്നത പഠനം സാധ്യമാകുന്നത് വഴിയും സന്തോഷം അനുഭവപ്പെടുന്നതാണ്. ആത്മീയ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും. വിദേശ പഠനം സാധ്യമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാനും ആകും. കർമ്മരംഗത്ത് നല്ല ഉയർച്ചകൾ ഉണ്ടാകും. സ്ഥാനഭ്രംശം, സ്ഥാനമാറ്റം,
സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും ഇടയുണ്ട്. രോഗശമനം ഉണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നവ മാറിക്കിട്ടുന്നതാണ്. മലയാള മാസങ്ങളിൽ കുംഭം, ഇടവം, കന്നി എന്നീ മാസങ്ങൾ ധനുരാശിക്കാർക്ക് ഗുണപ്രദമായിരിക്കും. മകരക്കൂറ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ 1200-ാം ആണ്ട് വിഷുഫലം എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം. മകരം രാശിയുടെ സ്വന്തം രാശ്യാധിപനും 2ാം ഭാവാധിപനുമായ ശനി ഇപ്പോൾ 2ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. മാർച്ച് 29-ന് 2ാം ഭാവത്തിൽ നിന്നും ശനി 3ാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു. അപ്പോൾ 7.5 ശനിക്കാലം അവസാനിക്കുന്നു. 3ഉം 12ഉം ഭാവാധിപനായ വ്യാഴമാകട്ടെ ഇപ്പോൾ 5ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. 2025 മെയ് 14-ന് വ്യാഴം 5ാം ഭാവത്തിൽ നിന്നും 6ാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു. ദൈവാധീനം നേടിയെടുക്കേണ്ട കാലമാകുന്നു. 2025 മെയ് 18-ന് രാഹു 3ാം ഭാവത്തിൽ നിന്നും 2ാം ഭാവത്തിലേക്കും കേതു 9ാം ഭാവത്തിൽ നിന്നും അഷ്ടമ ഭാവത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും. വാക്കുകൾ ഗുണപ്രദമാകും. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും. രോഗാരിഷ്ടതകൾ ശ്രദ്ധിക്കേണ്ടതാണ്. സ്വന്തം ആവശ്യങ്ങൾക്കായോ ഉറ്റവർക്കായോ ഒരു ആശുപത്രിവാസവും വന്നുപെട്ടേക്കാം. ശുഭകാര്യങ്ങൾക്കായി കടം എടുക്കേണ്ടതായി വരും. ലോണുകൾക്കോ ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ്. ശുഭകാര്യങ്ങൾക്കായി ധനച്ചിലവുകൾ വന്നു ചേരുന്നതാണ്. കർമ്മരംഗത്ത് പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകും. ദൈവാധീനത്താൽ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. കർമ്മരംഗത്ത് ഉന്നതി, ഉയർച്ച, സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം. ദൈവാധീനം വേണ്ടുവോളം നേടിയെടുത്താൽ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന വർഷക്കാലമാണ്. ചില സന്ദർഭങ്ങളിൽ ബുദ്ധിമോശം ഉണ്ടാകാനും ഇടയുണ്ട്. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനിടയുണ്ട്. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട്. സുഹൃത്തുക്കളുമായി കൂട്ടുകൂടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കൂട്ടുകെട്ടുകളിൽ ചെന്നു പെടുന്നതിനും അപവാദങ്ങൾ കേൾക്കാനും ഇടയുണ്ട്. മലയാള മാസങ്ങളിൽ മീനം, മിഥുനം, വൃശ്ചികം എന്നീ മാസങ്ങളിൽ മകരം രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കും. കുംഭക്കൂറ്. അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ 1200-ാം ആണ്ട് വിഷുഫലം എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം. കുംഭം രാശിക്കാരുടെ സ്വന്തം രാശ്യാധിപനും 12ാം ഭാവാധിപനുമായ ശനി ജന്മരാശിയിൽ നിന്നും 2ാം ഭാവത്തിലേക്ക് മീനം രാശിയിലേക്ക് ഈ മാർച്ച് 29-ന് സംക്രമിക്കുന്നു. 7.5 ശനിയിൽ ജന്മശനി അവസാനിക്കുകയാണ്. 2ഉം 11ഉം ഭാവാധിപനായ വ്യാഴം ഇപ്പോൾ 4ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. 2025 മെയ് 14-ന് വ്യാഴം 4ാം ഭാവത്തിൽ നിന്നും 5ാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു. 2025 മെയ് 18-ന് രാഹു 2ാം ഭാവത്തിൽ നിന്നും സ്വന്തം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു. ഇപ്പോൾ അഷ്ടമഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു ആകട്ടെ 2025 മെയ് 18-ന് രാഹു മാറുന്നതിനോടൊപ്പം 7ാം ഭാവത്തിലേക്ക് കേതു സംക്രമിക്കപ്പെടുന്നു. ഈ ഗ്രഹസ്ഥിതി പ്രകാരം ഇനിയുള്ള ഒരു വർഷക്കാലം എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം. ഇപ്പോൾ അനുഭവിച്ചു പോരുന്ന എല്ലാ ദുരിതങ്ങൾക്കും ഒരു ആശ്വാസം ലഭിക്കുന്നതാണ്. വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകാനും അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിക്കിട്ടുന്നതാണ്. വാക്കുകൾ കൊണ്ട് പ്രയോജനമുണ്ടാകും. സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. അവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും. സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നത് വഴിയോ ഉന്നത പഠനം സാധ്യമാകുന്നത് വഴിയോ നേട്ടങ്ങൾ കൈവരുന്നതാണ്. ഇതുവരെ വിവാഹം നടക്കാതിരുന്നവർക്ക് അനുയോജ്യമായ വിവാഹാലോചനകൾ വന്നു ചേരാനും അവ തീരുമാനമാകാനും ഇടയുണ്ട്. സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന ഒരു വർഷക്കാലമാണ് മുന്നിലുള്ളത്. പ്രണയിതാക്കൾക്കും ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനാകും. ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും വിജയിക്കാനാകും. പേരും പ്രശസ്തിയും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. വിദേശ പഠനം സാധ്യമാകുന്നതാണ്. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം.
ആത്മീയത വർദ്ധിച്ചു വരുന്നതാണ്. ആത്മീയ യാത്രകളും ആകാം. മുൻപ് ചെയ്ത പുണ്യത്തിൻ്റെ ഫലം അനുഭവത്തിൽ വരുന്നതാണ്. പലവിധ നേട്ടങ്ങൾക്കും സാധ്യത കാണുന്ന വർഷക്കാലമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഉന്നതി, പേരും പ്രശസ്തിയും മേലധികാരിയുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാനും ആകും. അമ്മയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. വീട് സ്വന്തം പേരിൽ വാങ്ങുന്നതിനും വസ്തു സ്വന്തം പേരിലേക്ക് ആയി വരുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സാധ്യമാകും. സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും. മലയാള മാസങ്ങളിലെ മേടം, കർക്കിടകം, വൃശ്ചികം എന്നീ മാസങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന മാസക്കാലമാണ്. മീനക്കൂറ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് വിഷുഫലം എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം. മീനം രാശിക്കാരുടെ 11ഉം 12ഉം ഭാവാധിപനായ ശനിയാണ് ജന്മരാശിയിലേക്ക് വരുന്നത്. 7ര ശനിയിൽ ജന്മശനി ആരംഭിക്കുന്നു. 2025 മെയ് 14 ജന്മരാശ്യാധിപനും 10ാം ഭാവാധിപനുമായ വ്യാഴമാകട്ടെ 3ാം ഭാവത്തിൽ നിന്നും 4ാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു. 2025 മെയ് 18 രാഹു 12ലേക്കും കേതു 6ലേക്കും സംക്രമിക്കപ്പെടുന്നു. ഈ ഗ്രഹസ്ഥിതി പ്രകാരം മീനം രാശിക്കാർക്ക് അടുത്ത ഒരു വർഷക്കാലം എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം. കർമ്മരംഗത്ത് പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. അലസത, മടി എന്നിവ മാറ്റിവെച്ചാൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രകടമാകും. തൊഴിലിടത്ത് ഉയർച്ച, ഉന്നതി, അതുപോലെ തന്നെ സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. ശമ്പള വർധനവ് ലഭിക്കുന്നതിനും ഇടയാകും. മേലധികാരിയുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാനും ആകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. ഉന്നത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലി ലഭിക്കുന്നതിനും ഇടയാകും. കടബാധ്യതകൾ വീട്ടി തീർക്കാനാകും. ശത്രുശല്യം കുറയാനും രോഗാവസ്ഥകൾ വലച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസവും ലഭിക്കുന്നതാണ്. ആയുസ്സും ആരോഗ്യവും പ്രതീക്ഷിക്കാം. ഉറ്റവർക്കായോ സ്വന്തം ആവശ്യങ്ങൾക്കായോ ഒരു ആശുപത്രിവാസവും പ്രതീക്ഷിക്കാം. ആത്മീയത വർദ്ധിച്ചു വരുന്നതാണ്. അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. സ്വന്തമായി ഒരു വീട് ലഭിക്കുന്നതിനും വസ്തു സ്വന്തം പേരിലായി വരുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സാധ്യമാകും. ബിസിനസ് രംഗത്ത് ഉയർച്ചകൾ ഉണ്ടാകാമെങ്കിലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ്. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ്. എന്നാൽ സ്വന്തം ഗ്രഹനില പ്രകാരം ദശയും അപഹാരവും അനുകൂലമാണെങ്കിൽ വിവാഹം നടക്കാനും ഇടയുണ്ട്. മലയാള മാസത്തിലെ ഇടവം, ചിങ്ങം, ധനു, മകരം എന്നീ മാസങ്ങളിൽ മീനം രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് മൂലം മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർ ഈ 1200 ആണ്ടിൽ കരുതിയിരിക്കേണ്ടത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഗോചരഫലങ്ങളാകയാൽ നിങ്ങളുടെ ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് ദശയും അപഹാരവും അറിഞ്ഞ് യഥാവിധി വഴിപാടുകളും സമർപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതുണ്ട്. ഗ്രഹനിലകളിലെ വിവരങ്ങൾ അറിയുന്നതിന് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.